ഫാറ്റി ലിവർ ഉള്ളവരൊക്കെ ആൽക്കഹോളിക് ആളുകളാണ്, അല്ല ഫാറ്റി ലിവർ വന്നവരാ, അപ്പൊ നിങ്ങൾ എപ്പോഴോ കള്ളുപിടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വരാറുണ്ട്. ഫാറ്റി ലിവറിന്റെ ഏറ്റവും വലിയ കോസ് തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ത്രീകൾ കാണാറുണ്ട് ഹൂ ഗെറ്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 ഫാറ്റ് നോർമൽ സ്കാൻസിലാണ്. മിത്താണ്. നമ്മൾ എന്ത് കഴിച്ചാലും ഗ്യാസ് വരുന്ന ആളുകളുണ്ട്, അപ്പോൾ അങ്ങനത്തെ ആളുകൾ എപ്പോഴും ടാബ്ലറ്റ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, അതോ അത് നോർമലി അങ്ങ് ശരിയാവുന്നതാണോ? എല്ലാത്തിനും ടാബ്ലറ്റ്സ് കഴിക്കണമെന്നില്ല. ഈ ഗ്യാസ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ബ്ലോട്ടിങ്, ഇങ്ങനെ എമ്പൊക്കെ ഇങ്ങനെ പോവുക, അതവർക്ക് ചെറിയ ഭക്ഷണം കഴിച്ചാലൊക്കെ ഉണ്ടാവും, അവർ ചിലപ്പോൾ എടുക്കേണ്ടി വരും. പക്ഷേ എല്ലാ ഭക്ഷണത്തിനും ഇല്ല. ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചാൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അസിഡിറ്റി ഇഷ്യൂസ്. അപ്പോൾ നമ്മൾ ഡയറ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ കൂടുതലായിട്ട് കേൾക്കുന്ന വാക്കാണ് ഫൈബർ എന്നുള്ളത്. അപ്പോൾ ഒരു ഫൈബർ ഫുഡിന് സാറിനൊരു എക്സാമ്പിളായിട്ട് 1-2 കാര്യം പറയാം. ഞാൻ പറയുകയാണെങ്കിൽ ഫൈബർ ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ അത് കടല, പയർ, ചെറുപയർ അങ്ങനെ സാധനം. അതിലാണ് പെർ ഗ്രാം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ളത്. പിന്നെ അവോക്കാഡോ. യോഗേർട്ട് കഴിച്ചാൽ ഗ്യാസ് കൂടും എന്നൊക്കെ ഉള്ളത്, അപ്പോൾ അതുള്ളതാണോ? അത് അങ്ങനൊരു മിത്താണ്. ഫൈനലി കംസ് ടു എത്രത്തോളം നമ്മൾ കഴിക്കുന്നുള്ളൂ. നോർമൽ ഇതിൽ നമ്മൾ യോഗേർട്ട് കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതാണ്, ഗ്യാസ് ഉണ്ടാകും തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ആ ഫാസ്റ്റ് ചെയ്യുന്നത് ഡൈജഷന് നല്ലതാണ് എന്ന് പറയാറുണ്ട്. അതെങ്ങനെയാണ്? അതിൻ്റെ ഒരു തോതനുസരിച്ചിരിക്കും. ഒരു 8 to 10 hours ഫാസ്റ്റിംഗ് ഒരു ഡൈജഷന് വളരെ നല്ല സാധനമാണ്. പക്ഷെ പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗ് അത് ഈ പറഞ്ഞ മാതിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും.